LDFിന്റെ ഉറച്ച കോട്ടയാണ് നാദാപുരം. മഹിളാ സംഘം സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് പി വസന്തത്തെയാണ് മണ്ഡലം നിലനിർത്താൻ LDF നിയോഗിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്താണ് UDFിന്റെ സാരഥി. മണ്ഡല രൂപീകരണ കാലം മുതൽ ഭൂരിഭാഗം തവണയും LDFിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് നാദാപുരം. ഇത്തവണ മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തമാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDFിന്റെ പ്രചാരണം. എന്നും കമ്മ്യൂണിസ്റ്റുകാരെ നെഞ്ചേറ്റിയ പാരമ്പര്യമുള്ള നാദാപുരത്തിന്റെ മണ്ണിൽ സ്നേഹനിർഭരമായ സ്വീകരണമാണ് വസന്തത്തിന് ലഭിക്കുന്നത്. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അവർക്ക് അനുഭവമുണ്ട്. അതുകൂടാതെ നാദാപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം ഈ 10 വർഷം കൊണ്ട് 2450 കോടി രൂപയുടെ വികസനമാണ് നാദാപുരത്തിൻ്റെ പല പ്രദേശങ്ങളിലായിട്ട് നടന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകളിലേറെയായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിച്ച മണ്ണാണ് നാദാപുരത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അവർ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഫീലിംഗാണ് ഈ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്താണ് UDF സ്ഥാനാർത്ഥി. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തഴഞ്ഞ് അഭിജിത്തിനെ മത്സരിപ്പിക്കുന്നതിൽ പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അഭിജിത്ത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും അവരുടെ വോട്ട് ചോദിച്ച് കടന്നു പോകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കപ്പുറത്ത് അവർ ജയിക്കണമെന്നുള്ള പ്രതീതിയിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ വലിയ വിജയപ്രതീക്ഷയാണ്. C. വിപിൻ ചന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. RSSന്റെ എതിർപ്പിനെ മറികടന്നാണ് വിപിനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.